ഹായ് ഫാമിലീസ്, വെൽക്കം ബാക്ക്. എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഗെറ്റ് റെഡി വിത്ത് മീ എന്ന് വെച്ചിട്ട് ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി നോക്കിയേ. ഇത് നൂറ് കറങ്ങി കറങ്ങി എവിടെ ഇറങ്ങി വീണ് പോകുമ്പോൾ എൻ്റെ പേടി. അങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടി നിന്നിട്ട് പല്ലും പായും എല്ലാം കൂടി കാണിക്കുന്നത്. ഇതാണ് നമ്മുടെ റിസോർട്ട്. നമുക്ക് കുപ്പായം മാറ്റി കൊടുക്കാമെന്ന് വെച്ചിട്ട് ദേഷ്യത്തിലുള്ള പട്ടണം മൊത്തം തിന്ന് തീർക്കുന്നത് ഗൈസ്. ഇപ്പം ഏകദേശം ഒരു 7 മണിയൊക്കെ ആയിട്ടുണ്ടായി കേട്ടോ. മഗ്‌രിബിന് ശേഷം പുറത്ത് പോകാൻ നോക്കുന്നത്. ഇപ്പം ക്യാമറ എടുത്ത് അവൻ്റെ സ്ഥിരം പരിപാടി കണ്ണടിച്ച് കാണിക്കൽ. എന്തിൻ്റെ പതിപ്പിക്കലാണെന്നറിയില്ല. അങ്ങനെ ഞാൻ റെഡിയാക്കി തുണിക്കടയ്ക്ക് നടുക്ക നിൽക്കുന്നത് കേട്ടോ. മൊത്തം അയൽമേ തുണികളിലെ ഒന്നും വിചാരിക്കരുത്. അങ്ങനത്തെ മഴയാണ്. ഒരു മാസത്തോളമായി ഉള്ളിൽ തുണിയിടാൻ തുടങ്ങി. അങ്ങനെ വാപ്പച്ചിൻ്റെ വക ഇന്ന് റിസ്വാൻ മേക്കപ്പ് ഒക്കെ ഇട്ടിരിക്കുന്നു ഗൈസ്. 2 മിനിറ്റേ വേണ്ടു. കണ്ട മോൻ ക്യാമറ എടുത്ത് അന്നേരം വന്ന് കണ്ണടച്ച് കാണിക്കലാണ്. എൻ്റെ മോൻക്കൊരു വലിയൊരു ഹായ് ഇട്ടായിരുന്നു കൊടുത്തേ. അങ്ങനെ നമ്മൾ പോകാൻ റെഡിയായിരിക്കുന്നു. പറഞ്ഞു വരുമ്പോൾ ഗെറ്റ് റെഡി വിത്ത് മീ ആണെങ്കിലും ഇത് എന്തോ ഒരു വീഡിയോ ആയിപ്പോയി. എന്നാലും സാരമില്ല. ഇന്നൊരു ഷോപ്പിംഗ് മേളയും കൂടി നമുക്ക് കണ്ടിട്ട് വരാം. അങ്ങനെ നട്ട പാതിരാത്രിക്ക് ഭ്രാന്ത് പിടിച്ച പോലെ ഇതാ നമ്മൾ പോയിരുന്നു ഗൈസ്. അവിടെയുടെ ഓരോരോ ബൾബ് കാണുന്നില്ലേ, സ്റ്റാർ കത്തുന്ന പോലെയുണ്ട്. അങ്ങനെ ഇരുട്ടത്ത് നിന്ന് വെളിച്ചത്തിലേക്ക് എത്തി. എന്നാന്ന് വെച്ചാൽ നമ്മൾ കടയിൽ എത്തി. എന്തിനാ വന്നതെന്ന് വെച്ചാൽ നൂറൊക്കെ ഒരു ചെരുപ്പ് മേടിക്കാൻ വേണ്ടിയിട്ടാ. ഇത് നമ്മൾ സ്ഥിരം മേടിക്കുന്ന കടയിൽ അങ്ങനെ 1, 2, 3 എന്ന് കണക്കൊന്നും ഇല്ലാണ്ട് മൊത്തം ചെരുപ്പ് എടുത്തിട്ട് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ റിസ്വാനും ഒരു വീഡിയോ ഒക്കെ എടുത്ത് നോക്കി. പിന്നെ ഇതാ നമ്മൾ റിസ്വാൻ ഉറങ്ങുന്നതായിട്ട് ഗൈസ്. അങ്ങനെ നമ്മൾ വീട്ടിൽ വന്നു. ഷോപ്പിങ്ങിന് പോയതിന് കാരണം ഇതന്നെയാണ് കേട്ടോ. കുറച്ച് ഉള്ളി, തക്കാളി, പച്ചമുളക്, ഇന്ന് ഉരുളക്കിഴങ്ങ് കുറച്ച് കൂടുതലായി. അങ്ങനെ നമ്മളും മേടിച്ചു ഒരു സ്റ്റാർ. അങ്ങനെ വന്നപാടെ അടുപ്പത്ത് കറിയൊക്കെ ചൂടാക്കി അടുത്ത പരിപാടി എന്നാ കുക്കിംഗ് ആണ് ഗൈസ്. കുക്കിംഗ് എവിടെ പോയാലും തിരിച്ചു വന്ന് നമ്മൾ കുക്കിംഗ് തന്നെ. അടുപ്പ് കത്തിച്ചില്ലെങ്കിൽ എനിക്കൊരു സമാധാനമില്ല. അങ്ങനെ നമ്മൾ നല്ലൊരു പത്തലും കൂടി ചുറ്റും. എപ്പോഴും പോലെ തന്നെ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ കറണ്ട് പോകും. കറണ്ട് വരുമോ അന്നോന്നറിയില്ല, നോക്കാം. അങ്ങനെ നമ്മൾ പത്തലൊക്കെ ചുട്ടെടുക്കുന്നു. കറണ്ടും വന്നിരിക്കുന്നു. എന്നാൽ നമ്മൾ കഴിച്ചിട്ട് വരട്ടെ. അങ്ങനെ പുറത്തൊക്കെ പോയിട്ട് വന്നല്ലേ. അതിന് ഏകദേശം ഒരു കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട് കേട്ടോ. ജലദോഷം പനിയുടെ ഒക്കെ ഒരു സൂചന കാണുന്നുണ്ട്. എന്നാൽ അതിനെ അങ്ങനെ വിട്ടാൽ ശരിയാവില്ലല്ലോ. അങ്ങനെ നല്ല വെട്ടി തിളച്ച ചൂടുവെള്ളം 1-2 ഗ്ലാസ് അകത്താക്കിയിട്ടുണ്ട്. പിന്നെ നാളത്തെ രാവിലത്തേക്ക് എന്താക്കണം നോക്കുമ്പോഴത്തേക്കും എൻ്റെ ആലോചന വന്ന് പിന്നെ കപ്പളങ്ങയാണ്. അല്ലെങ്കിൽ കപ്പളങ്ങ വിട്ടിട്ട് വേറെ ഒരു കളിയില്ല. മഴ ആയതുകൊണ്ടോന്ന് അറിയില്ല, കപ്പളങ്ങ വലുതാകുന്നേ ഇല്ല കേട്ടോ. നല്ല മൂത്ത കപ്പളങ്ങേനും പിന്നെ ഇതൊന്ന് മുറിച്ച് ചിരണ്ടിയൊക്കെ വെച്ചിട്ട് വേണം കിടക്കാൻ വേണ്ടി. എന്നാൽ രാവിലെ നേരത്തെ പണി തീരും. അങ്ങനെ കപ്പളങ്ങ മുറിച്ചെടുക്കുന്നു ഗൈസ്. അങ്ങനെ മക്കളൊക്കെ ഉറങ്ങിയിരിക്കുന്നു. രാവിലത്തെ പരിപാടിയൊക്കെ ഞാൻ ഏകദേശം തീർത്ത് വെച്ചിരിക്കുന്നു. ഇനി നേരെ എന്നാ ഗോ ടു സ്ലീപ്പ്. ആദ്യം ഇതൊന്ന് ചിരണ്ടി വെക്കട്ടെ കേട്ടോ. ഒരു കൈ കൊണ്ടാകുന്നില്ല. തെറിച്ച് ഓടുന്നു. ഇവനൊന്ന് ശരിയാക്കി വരെ. മറ്റേ നമ്മൾ പപ്പായ ഓരോ സോപ്പിലൊക്കെ കാണൂലേ, അതേപോലത്തെ സെയിം സൈസ് കേട്ടോ. എന്താ വിശേഷം ഇവിടെ നിർത്തിയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.